നമുക്കൊരിക്കലും നിരാശരാകാനോ ദുഃഖിതരാകാനോ അവകാശമില്ല. കാരണം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ കീഴിൽ അധമഭാവങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഉദാരത, പ്രേമം, ആനന്ദം മുതലായ ശ്രേഷ്ഠഭാവങ്ങൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. ഈശ്വരൻ സത്യത്തിൻ്റെയും മംഗളത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തിയാണ്. നമ്മുടെ ബോധപൂർവവും അബോധപൂർവവുമുള്ള പ്രവൃത്തികൾക്കെല്ലാം സാക്ഷിയാണ്. ഇങ്ങനെ മനുഷ്യനും ഈശ്വരനും തമ്മിൽ ഇത്രയ്ക്ക് അടുത്ത ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് നിരാശരും ദുഃഖിതരും അസ്വസ്ഥരുമാകാൻ സാധിക്കുന്നത്? ലോകത്ത് സത്യവസ്തു ഒന്നേയുള്ളൂ. ആത്മാവ് അഥവാ ഈശ്വര ചൈതന്യമാണത്. അതാണ് പല രൂപങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഇനി ഗുരുവചനം കേൾക്കാം. സത്യം അസത്യത്തേക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ്. നന്മയും അപ്രകാരം തന്നെ. ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം കൊണ്ടുതന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നോശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ത ധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ നോശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ത ധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ.